നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക്. ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ്. സിനിമാ മേഖലയുമായി താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അനൂപ് ചന്ദ്രനെതിരെ പരാതിയുമായി അൻസിബാസൻ രംഗത്ത് വന്നിരിക്കുന്നു. പരാതി നൽകിയിരിക്കുകയാണ്. വലിയ ഗുരുതരമായ ആരോപണമാണ് അൻസിബയ്ക്കെതിരെ അനൂപ് ചന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നതാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അനൂപ് ചന്ദ്രൻ ഒരു വീഡിയോ ചെയ്തത്. അത് വീഡിയോ അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ചാനലുകളെടുത്ത് വാർത്ത കൊടുക്കുന്നു. അനൂപ് ചന്ദ്രൻ ഫുൾ വീഡിയോ കൊടുക്കുന്നു. ഇതിൽ വലിയൊരു ആരോപണമാണ്. ബാബുരാജുമായി ബന്ധപ്പെട്ട് ആരോപണത്തിലേക്ക് അൻസിബാസിനെ വലിച്ചിഴച്ചിരിക്കുന്നു. അൻസിബാസൻ ബാബുരാജിൻ്റെ സിൽബന്തിയാണ്. വലിയ ആരോപണമാണ്. ഒരു വ്യക്തിഹത്യയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അനൂപ് ചന്ദ്രനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്താം. അതിനു മുമ്പ് തന്നെ ഇത് ആർക്കൊക്കെയാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതി നൽകേണ്ട താരസംഘടന അമ്മയുടെ ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നു. മെയിലായിട്ട് പരാതി നൽകി. ആ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ഉള്ളത് മോഹൻലാൽ, പൂജപ്പുര രാധാകൃഷ്ണൻ, കുഞ്ചൻ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് മനോജ്, അദ്ദേഹമാണ് ഓഫീസർ. ഇങ്ങനെ 4 പേർക്കാണ് പരാതി ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് അയച്ചിരിക്കുന്നത്. ആ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ പരാതിയിൽ രണ്ട് പരാതിയായിട്ടാണ്. ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ പരാതി പറയുന്നത് ഇദ്ദേഹം അനൂപ് ചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും 4 പേരുടെ പേര് പറയുന്നത് എല്ലാ താരങ്ങളും അവരുടെ പേരുണ്ട്. അതോടൊപ്പം തന്നെ അൻസിബയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആളുകളുണ്ട്. ആ ഭീഷണിപ്പെടുത്തിയും അൻസിബ എന്തിനാണ് മത്സരിക്കുന്നത് ചോദിച്ചവരുണ്ട്. ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതൊരു ഭീഷണി സ്വരമായിരുന്നു. അത് അൻസിബയുടെ അടുത്ത് എൻ്റെ തെളിവുകൾ സഹിതമുണ്ട്. ഈ തെളിവുകൾ സഹിതമാണ് ഇൻറ്റേർണൽ കമ്മിറ്റി പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ പേരുൾപ്പെടെയാണ് അൻസിബാസൻ പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പരാതി നൽകിയിരിക്കുന്നത് അനൂപ് ചന്ദ്രൻ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. സിൽബന്തി എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ആ സിൽബന്തിയുടെ കൂടെ ഇന്ന് കഴിഞ്ഞാൽ എന്താണ് നേട്ടം? സൽക്കാരമാണോ? അഭിനയിക്കാനുള്ള ചാൻസ് ആണോ? എന്താണെന്നറിയില്ല. സൽക്കാരം എന്നൊക്കെ പറയുന്നത് വലിയ മോശമായ വേടാണ്. അത് എന്താണെന്ന് അനൂപ് ചന്ദ്രൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണോന്ന് അറിയില്ല. ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. എന്തായാലും ആ പെൺകുട്ടിയെക്കുറിച്ച് മലയാള സിനിമ അമ്മ സംഘങ്ങളിൽ ആരും ഒരു പ്രശ്നവും ഇല്ല എന്ന് ഒച്ചത്തിൽ പറയുന്നത്. കാരണം അത്രമാത്രം ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ കുടുംബസംഗമത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു പെൺകുട്ടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് എല്ലാവരും പറയുന്നുണ്ട്. അൻസിബ നിന്നാൽ ജയിക്കുമെന്നും പറയുന്നുണ്ട്. ആ പെൺകുട്ടിക്കെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച് മറ്റു പരാതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എറണാകുളം കമ്മീഷണർ പരാതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകണം. അമ്മ സംഘടനയ്ക്ക് വേറൊരു പരാതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അൻസിബ താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു പരാതി ഉണ്ട്. അൻസിബ താമസിക്കുന്ന കാക്കനാട്. അങ്ങനെയാണെങ്കിൽ കാക്കനാട് സൈബർ പോലീസിനായിരിക്കും പരാതി നൽകുക, ഇൻഫോ പാർക്ക് പോലീസിനായിരിക്കും. അവിടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അൻസിബയ്ക്ക് അതിൽ വേദന ഉണ്ടായിട്ടുണ്ട്. അൻസിബയോട് ഈ കാര്യങ്ങളെല്ലാം പല ആളുകളും സംസാരിച്ചു. അങ്ങനെ തന്നെയാണ് അൻസിബ പരാതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അത് അത്തരമൊരു പ്രവണത വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്നാണ് അൻസിബ ഹസൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, അനൂപ് ചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ വീഡിയോ എല്ലാവരും കണ്ടതാണ്. എങ്കിലും അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ ഈ പ്രകാരമാണ്: വിവേകമില്ലാത്ത, സാമൂഹ്യ സാംസ്കാരിക ബോധമില്ലാത്ത ഒരാൾ സംഘടനയുടെ തലപ്പത്തേക്ക് ആദ്യം ചെയ്യുന്നത് തൻ്റെ നാവായി സിൽബന്തികളെ മാറണം. സിനിമയെക്കുറിച്ച് ആധികാരിക ബോധമോ അഭിനയ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളോ ഇല്ലാത്ത ആളുകളാണ് ഇദ്ദേഹത്തിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പിന്തുണ നൽകുന്നത്. ബാബുരാജിനെ ഉദ്ദേശിച്ച് അൻസിബയെ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു, ഈ സ്ത്രീകളുടെ പ്രധാന ജോലി അമ്മ അസോസിയേഷനെ കുറിച്ചും അഭിനയത്തിലെ സിനിമ എന്ന മാധ്യമങ്ങളെക്കുറിച്ചും സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചും പഠിച്ച സ്ത്രീകളെ അപഹസിക്കുക എന്നുള്ളതാണ്. അപഹസിക്കുന്നതിൽ പ്രധാനികളായ കുക്കു പരമേശ്വരൻ, ശ്വേതാ മേനോൻ, അനന്യ, സരയു തുടങ്ങിയവർ. ഈ സിൽബന്തികൾ സമ്മാനമോ പാരിതോഷമോ അവസരമോ പണമോ സൽക്കാരമോ എന്താണ് ലഭിച്ചതെന്ന് അറിയില്ല. അന്വേഷിക്കണം. എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിൽബന്തികളിൽ പ്രധാനിയായിട്ടുള്ള അൻസിബയുടെ ആരോപണ വിധേയരായുള്ള മത്സരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് മറുപടി ഹൃദയഭേദകമായിരുന്നു എന്നാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത്. അനൂപ് ചന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ്. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെ മോശമായി ഒരു പെൺകുട്ടിയെക്കുറിച്ച് അവഹേളിച്ചിട്ടുണ്ട്. അതിനെതിരെയാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോയത്. ഈ പരാതി ഗൗരവമേറിയതാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ എങ്ങനെ നടക്കുമെന്നുള്ളൊരു സംശയം ഉന്നയിക്കപ്പെടുന്നു. ഇത്രയും ആരോപണം ഉന്നയിച്ച
ഒരാൾക്കെതിരെ പരാതി നൽകലിൽ ഇന്ത്യൻ കമ്മിറ്റി കൃത്യമായ നടപടിയിലേക്ക് പോകണം. അനൂപ് ചന്ദ്രൻ മത്സരാർത്ഥിയാണ്, അൻസിബ മത്സരാർത്ഥിയാണ്, ബാബുരാജ് മത്സരാർത്ഥിയാണ്, ജയൻ ചാർത്തർ മത്സരാർത്ഥിയാണ്, ശ്വേത മത്സരാർത്ഥിയാണ്, ദേവൻ മത്സരാർത്ഥിയാണ്. അങ്ങനെ നിരവധി ആളുകൾ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്ന ആൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നു. മത്സരിക്കാൻ ഒരാൾ പത്രിക നൽകുന്ന അയാളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു രീതി വന്നപ്പോഴാണ് ഇത്തരം പരാതി. ആ വ്യക്തിഹത്യ മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് അൻസിബ ഹസൻ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും പരാതി എല്ലാ സ്ഥലത്തേക്കും അയച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇത് വലിയ ഗൗരവത്തോടു കൂടി തന്നെ കാണാനാണ് സംഘടനയിലെ തീരുമാനം. സംഘടന എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇലക്ഷൻ്റെ ചട്ടപ്രകാരം ഈ ഇന്ത്യൻ കമ്മിറ്റിക്കാണ് അധികാരം, അതിൻ്റെ പ്രസിഡിംഗ് ഓഫീസറാണ് അധികാരം. അവരാണ് ഇനി തീരുമാനിക്കേണ്ടത് ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൽ നൽകിയ പരാതിയും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും എല്ലാം പരിശോധിച്ച് വേണം ഇനി മുന്നോട്ട് പോകാനെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇത്തരം ഒരു പ്രവണത വെച്ച് പൊറിപ്പിക്കാൻ കാണില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ അമ്മയിൽ പാവങ്ങളായ നിരവധി നമ്മൾ കണ്ട് കൊതി തീരാത്ത മുഖങ്ങളുണ്ട്. അവരെ എങ്കിലും ഓർത്ത് ഇത്തരം ഒരു പ്രവണത നിർത്തണം. അല്ലെങ്കിൽ ആ പാവങ്ങൾക്ക് കിട്ടുന്ന കൈനീട്ടമായാലും മരുന്നുകളുടെ ആനുകൂല്യങ്ങളായാലും അതെല്ലാം നിന്നു പോവും. കാരണം പിന്നീട് ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ആ ഇലക്ഷൻ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ കഴിയില്ല. അവരെയെങ്കിലും ഓർത്ത് നിങ്ങൾ പരസ്പരം ആരോപണങ്ങൾ നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുന്നത്. കാരണം അമ്മയുമായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇന്നലെ ചെയ്ത വാർത്തയിൽ എനിക്ക് അനുകൂലമായി നിരവധി ആളുകൾ വന്നു. കാരണം സത്യസന്ധമായ വാർത്തയായി. ഞാൻ പറഞ്ഞില്ല, കണ്ട് മറന്നിട്ടില്ല ഈ മുഖങ്ങൾ. അവരൊക്കെ പല അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. അവരൊക്കെ അവരിൽ വിളിച്ച കുറേ ആളുകളുണ്ട് എൻ്റെ അടുത്ത്. എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും അനൂപ് ചന്ദ്രനെതിരെ വലിയ ഗുരുതരമായ പരാതിയുമായി അൻസിബ ഹസൻ പോയിരിക്കുന്നു. ആ പരാതി ഗൗരവമേറിയതാണ് എന്ന് തന്നെയാണ് ഇന്റേണൽ കമ്മിറ്റി കണ്ടെത്തുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, കമ്മീഷണർ പരാതിയുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതിയുണ്ട്, അമ്മ അസോസിയേഷനിൽ പരാതിയുണ്ട്. ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീക്ക് ഒരു വിഷയമുണ്ടായപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി ഒരു സ്ത്രീകളെയും ഞാൻ രംഗത്ത് കണ്ടിട്ടുമില്ല. അതാണ് ഏറ്റവും ഗൗരവം. ഒരു സ്ത്രീകൾ പോലും ആ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് പറയാൻ ഒരു സ്ത്രീകളും മറ്റ് സ്ത്രീകളും ഒരു പുരുഷന്മാരെ മാറ്റുക ഒരു സ്ത്രീകളെയും രംഗത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അൻസിബ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. അൻസിബയ്ക്കുള്ള പോരാട്ടം ഗൗരവത്തോടു കൂടി തന്നെ മറ്റ് ആളുകൾ കാണും എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നമുക്ക് കാണാം അൻസിബയുടെ പരാതിയിൽ എന്താണ് നടപടി ഉണ്ടാകുക എന്ന് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ ഇലക്ഷൻ സ്റ്റേയിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ രീതിക്കുള്ള നിലയിലേക്കാണ്. അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചവരും ആരോപണ വിധേയരായവരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആരോപണങ്ങൾ ആർക്കുമെതിരെയും ഉന്നയിക്കാം. ഒരു പെൺകുട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു മാന്യത പുലർത്തേണ്ടതാണ്. ആ പെൺകുട്ടിക്കുണ്ടാകുന്നൊരു വേദന, നമുക്ക് പുരുഷന്മാർക്കെതിരെ മറ്റ് സ്ത്രീകൾ ആരോപണം ഉന്നയിപ്പോൾ ആ പുരുഷന്മാർക്കുണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു പെൺകുട്ടിക്കെതിരെ ആ സംഘടനയ്ക്ക് ഉള്ളിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് അത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അമ്മയുടെ അംഗങ്ങൾക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നീട് അത് ചാനലുകാർക്ക് കിട്ടുന്നു, അത് ഓൺലൈൻകാർക്ക് കിട്ടുന്നു. അത് പറയേണ്ട പ്ലാറ്റ്ഫോം ഒരു മീറ്റിങ്ങിൽ എല്ലാവരും ഇരിക്കുമ്പോൾ പറയേണ്ട കാര്യം പബ്ലിക് ഇടത്ത് പറഞ്ഞു എന്നാണ് അൻസിബ പറഞ്ഞ് പരാതിയിൽ പെട്ടെത്തുക. എന്തായാലും അൻസിബയുടെ പരാതി ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.